ഹലോ, ഹായ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഒരു വീക്ക്നെസ് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. മീൻസ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസിലാണ്, സപ്പോർട്ടിലാണ്, മൈൽഡ് ആയിട്ട് ബിയറിഷ് ആയിട്ടാണ് FIDA ഡാറ്റ അടക്കം നമുക്ക് തന്നത്. അതോടൊപ്പം സപ്പോർട്ടിൻ്റെ ഒരു സ്ട്രോങ് ഇല്ലായ്മയും നമ്മൾ അവിടെ കണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നമ്മൾ അപ്പൊ ഇന്ന് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. മീൻസ് അതേസമയം മാർക്കറ്റ് ഔട്ടായില്ല. മീൻസ് ഔട്ടായില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബിയറിഷിലായിട്ട് നമുക്ക് താഴേക്ക് അതും കാണാൻ പറ്റിയില്ല. അതേസമയം നമുക്ക് താഴെ സപ്പോർട്ടിന്റെ ഒരു വീക്ക്നെസ് കൊണ്ട് കുറച്ചൊന്ന് അവിടെ ഹോൾഡ് ചെയ്തു. പയ്യെ ആണ് നമ്മൾ മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുന്നത്. ആ വീക്ക്നെസ് ത്രൂ ഔട്ട് ഫീൽ ആയിരുന്നു. ബട്ട് എനിവേ അത് സപ്പോർട്ട് എടുത്തു. നിഫ്റ്റിയൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു ഒരു അപ് ട്രെൻഡ് പോലെ തന്നു. വീണ്ടും നമ്മുടെ ഡിമാൻഡ് സോൺ ലെവലിലൊക്കെ വന്നു. അതെല്ലാം നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് കാണാം. ബട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അത് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ FIDA ഡാറ്റ ശരിക്കും നമ്മൾ അത് അനാലിസിസ് നമ്മൾ കറക്റ്റായിട്ട് വന്നാൽ മാർക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് വരും. അപ്പൊ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇൻട്രാഡേ അനാലിസിസ് നോക്കുന്നത്. പ്ലസ് നാളത്തേക്കുള്ള ലെവൽസിനോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ സെന്റിമെന്റും കൂടി അറിയാം. മെയിൻ ആയിട്ട് അതാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ആ വഴിയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. സ്റ്റേ ചെയ്താൽ സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റും, അനാവശ്യ ട്രേഡ് മീൻസ് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രോബബിലിറ്റി നമുക്ക് കൂടാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും അപ്പോൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ടെലിഗ്രാം ചാനലിൽ നമ്മൾ ലൈവായിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ അത് പറയുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി കുറച്ചും കൂടി ഈസി ആക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദെൻ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ തന്നെ സോൺ കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ എപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ഉണ്ടായത്. ബട്ട് ഇനീഷ്യലിൽ തന്നെ നമ്മൾ പറഞ്ഞു 21,700 ഒരു പുട്ട് ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. അവിടെ ചെറിയൊരു വീക്ക്നെസ് വന്നു. ഇന്നലെ ലൈറ്റായിട്ട് ആ കളർ ഷെയ്ഡ് ഒന്ന് മാറ്റിയായിരുന്നു. ആ വീക്ക്നെസ് നമുക്ക് ഇനീഷ്യലി തന്നെ കാണാം. പിന്നെ ഡിമാൻഡ് സോണിന്റെ താഴെ വന്നു, അവിടെ റീടെസ്റ്റ് ചെയ്തു. പിന്നെ 21,600 പുട്ടിന്റെ ബിൽഡിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും നമുക്കൊരു വീക്ക്നെസ് വന്നു. ബട്ട് അവിടെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടി. അത് നമ്മളത് കൊടുത്തിരുന്നു. ഈ ട്രെൻഡ് ലൈൻ അവിടെ വീക്ക്നെസ് ഉണ്ടെങ്കിലും നമ്മൾ മൈൽഡ് ബിയറിഷ് ആണ് ഇന്നലെ FIDA ഡാറ്റ വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. ആ ഒരു ലെവൽ വെച്ചിട്ട് അവിടെ മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് പോവാണ്ട് വീണ്ടും റിവേഴ്സൽ, അതും സ്ലോവില് ഒരു കൺസോൾട്ടേഷൻ വൈസ് വിത്ത് ഒരു പോസിറ്റീവ് ബയാസ് എന്ന് പറയാം. മീൻസ് അൾട്ടിമേറ്റ് പോസിറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഓപ്പൺ ആയതിന്റെ ഹൈയിലാണ്. ബട്ട് ഹൈ പോവാണ്ട് ലോ തന്നെ പിടിച്ച് അവിടെ നിന്ന് നമ്മൾ ചെറിയ രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തു വിത്ത് ഒരു പോസിറ്റീവ് ബയാസിൽ തന്നെ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്താൽ അതൊരു റെസിസ്റ്റൻസ് ആവും. അത് ഡിമാൻഡ് സോൺ എന്ന് നമുക്ക് പറയുമ്പോൾ ഡിമാൻഡ് സോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ബട്ട് പിന്നെ ആ ഏതൊരു കാര്യവും സപ്പോർട്ട് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പിന്നെ തിരിച്ചു വരുമ്പോൾ അത് റെസിസ്റ്റൻസ് ആയിരിക്കും. അത് ഒരു പ്രൈസ് ആക്ഷൻ ആണ്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. മീൻസ് നേരെ അവിടെ വന്നു അത് റെസിസ്റ്റൻസ് അല്ല, മീൻസ് അതിന്റെ മേളിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും, അങ്ങനെ കഴിയില്ല. ബിക്കോസ് ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കാണാൻ പറ്റും മാർക്കറ്റ് അവിടേക്ക് റെസിസ്റ്റൻസും ആ ഫേസ് മേളിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ എടുക്കണത് കാണാം. പിന്നെ അവിടെ സെല്ലിങ് വരുന്നുണ്ട്. എനിവേ ട്രെൻഡ് ലൈൻ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയായിരുന്നു മാർക്കറ്റിന് തന്നത്. ആ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് എക്സാക്ട് അവിടെ ക്ലോസ് ചെയ്തിരുന്നത്. അതാണ് അപ്പൊ നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസ് അതായിരുന്നു. ദെൻ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു വീക്ക്നെസ് ആണ്. ഓൾറെഡി ഒരു ഇനീഷ്യൽ നിഫ്റ്റിനെ പോലെ തന്നെ ഫ്ലാറ്റ് ടു നെഗറ്റീവിലേക്ക് സ്റ്റാർട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് ഒരു പുൾ ബാക്കിന് ശ്രമിച്ചു. പിന്നെ ഒരു ക്വിക്ക് ഫാൾ ടു നമുക്ക് ഡിമാൻഡ് സോണിലേക്കായിരുന്നു. ഡിമാൻഡ് സോണും ബ്രേക്ക് ചെയ്തു. കംപ്ലീറ്റ്ലി ഡിമാൻഡ് സോണിന്റെ ആ ലെവല് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഡിമാൻഡ് സോണിൽ നമുക്ക് ഒരു ത്രൂ ഔട്ട് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ വരുന്നില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. വൺസ് ഒരു ഡേ ലോ ബ്രേക്കും സപ്പോർട്ട് വരുന്നു, പിന്നെയും ഡേ ലോ ബ്രേക്കും സപ്പോർട്ട് വരുന്നു. അങ്ങനത്തെ ഒരു നെഗറ്റീവ് ബയാസിൽ ബാങ്ക് നിഫ്റ്റിയും
ചെറിയ രീതിയിൽ ഒരു പോസിറ്റീവ് ബയാസിൽ നിഫ്റ്റിയും ആണ് ഇന്ന് ട്രേഡ് ചെയ്തത്. സോ അപ്പൊ അവിടെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ആ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഫാൾസ് ട്രേഡ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. മീൻസ് വൺസ് ഇത് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ അത് കാണാം, ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, റെഡ് ക്യാൻഡിൽ വരുന്നു, ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഫോർമേഷൻ ഒന്നുമില്ല. സോ പിന്നെ നമുക്ക് അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി, ഒരു ബൈയിങ്ങിലാണെങ്കിലും അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഫാൾസ് ബ്രേക്ക് ഔട്ട് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും കൂടി നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. മീൻസ് ഇന്നലെ നമ്മൾ FIDA ഡാറ്റ വിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞതാണ്, നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് മൈൽഡ് ബിയറിഷ് ആണ്, മീഡിയം ബിയറിഷിലേക്ക് പോലും പോയിട്ടുണ്ടായില്ല. എനിവേ ബട്ട് അവിടെ നിന്ന് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഒരു നിഫ്റ്റി 1% അടുത്ത് ഒരു ഫോളോ വന്നു. ബട്ട് ഇനീഷ്യലി തന്നെ നമുക്ക് ആ 50 മിനിറ്റ്സിലാണ് ഹ്യൂജ് ഫോളോ വന്നത്. സോ അതാണ് നമുക്ക് ആ ഒരു 1% ഫോളിലേക്ക് വരാനുള്ള ഒരു റീസൺ അതാണ്. ദെൻ അവിടെ നമുക്ക് കൺസോൾട്ടേഷൻ കിട്ടിയ അവിടെ നമുക്കൊരു ഫോളോയിങ് ക്യാൻഡിൽസ് ഫോർമേഷൻ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു ഐഡിയ നമ്മൾ സെറ്റ് ആക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചാർട്ട് അനാലിസിസ് പ്ലസ് നമുക്കൊരു ബേസിക് ഒരു പ്രൈസ് ആക്ഷനും കൂടി നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മീൻസ് നമ്മൾ മാർക്കറ്റിൽ വിജയിക്കാൻ സാധിക്കും. മീൻസ് അനാവശ്യ ട്രേഡുകൾ ഉപയോഗിച്ച് നമ്മുടെ SL ഹിറ്റ് ആക്കാനുള്ള ഇത് തന്നെ നമ്മൾ കുറച്ചാൽ നമുക്ക് അവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ അപ്പൊ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് അതാണ്. ഇനി നമുക്ക് OA ചാർട്ട് വെച്ചിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആൻഡ് അതോടൊപ്പം FIDA ഡാറ്റ നോക്കുന്നുണ്ട്, നമുക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സും കൂടി അറിയാം. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ OA ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് നിഫ്റ്റി പെർഫോം നോക്കാം. ഓക്കെ, സോ അപ്പൊ ഇതാണ് അപ്പൊ നിഫ്റ്റിയുടെ OA ഇൻട്രാഡേ അനാലിസിസ് ആണ്. ലാസ്റ്റ് ഹവേഴ്സിൽ നമുക്ക് അവിടെ കോളൊക്കെ അൺവൈൻഡിങ് ആയിട്ടുള്ളത് കാണാം. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ 21,700 ഒരു പൊട്ട്, അത് മീൻസ് അതൊരു ഇൻട്രാഡേ അനാലിസിസ് നമ്മളത് ഇതാക്കുന്നില്ല. എനിവേ നമുക്ക് 21,700 പൊട്ട് പിന്നെയും ഒരു കുറഞ്ഞ രീതിയിലാണ് കാണുന്നത്. അവിടെ കോള് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. 21,700 അവിടെ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ അനാലിസിസിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് 21,700 ഒരു റെസിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ട്. വിത്ത് ഒരു ചെറിയ സപ്പോർട്ടായിട്ട് 21,700 പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. മീൻസ് ഇവിടെ പുട്ട് അൺവൈൻഡിങ്ങും ഇന്ന് 21,700 ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ നമുക്കൊരു ബൈങ് ആണ്. ഓക്കെ, ചെറിയ രീതിയിലുള്ള ബിൽഡപ്പ് ആണ് ലാസ്റ്റ് തന്നേക്കുന്നത്, ബട്ട് കോളാണ് അവിടെ അധികവും നിൽക്കുന്നത്. ഓക്കെ, എനിവേ കോൾസ് തന്നെയാണ് അവിടെ അധികവും നിൽക്കുന്നത്. 21,800 മേജർ റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 21,700. ദെൻ 21,600 ചെറിയ രീതിയിലുള്ള പുട്ട് ആൻഡ് കോള് ബിൽഡ് ആൻഡ് മാക്സിമം പുട്ട് വന്നേക്കുന്നത് 21,500. സോ അപ്പൊ 21,500 to 21,700 ആണ് ഇനീഷ്യൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ 21,700 ഇവിടെ നമ്മൾ ഗ്രീൻ മാറ്റാണ്. മീൻസ് അവിടെ നമുക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് വന്നു. ബിക്കോസ് ചെറിയ രീതിയിലുള്ള ഗ്രീൻ ക്യാൻഡിലും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ആ റെസിസ്റ്റൻസ് കുറച്ചൊന്ന് ലൈറ്റ് ആക്കാണ്. അവിടെ നമുക്ക് ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. മീൻസ് അവിടെ നമുക്ക് ഗ്രീൻ ഒരു പുട്ട് ബിൽഡിങ്ങും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ സപ്പോർട്ടാക്കി. ഫസ്റ്റ് റെസിസ്റ്റൻസ് 21,800 തന്നെയാണ്. സെക്കൻഡ് ഇപ്പോൾ ഇനീഷ്യൽ ഇന്നത്തെ ഇത് വെച്ചിട്ട് ഇനീഷ്യൽ റെസിസ്റ്റൻസ് നിഫ്റ്റി ഫേസ് ചെയ്യാൻ പോണ ഹഡിൽ എന്ന് പറയുന്നത് 21,700 ആയിരിക്കും. 21,700 ബ്രേക്ക് ചെയ്ത് പുട്ട് ബിൽഡ് ചെയ്താൽ നമുക്ക് 21,800 പോകാൻ സാധിക്കും. എനിവേ ഈ ട്രെൻഡ് ലൈനും കൂടി നോക്കുക. മാക്സിമം ഇന്ന് സപ്പോർട്ട് എടുത്ത ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് ഇനി നാളെ ഈ ഒരു ലെവലിലേക്ക് ഓപ്പൺ ആവണമെങ്കിൽ ആ ട്രെൻഡ് ലൈനും കൂടി വെച്ചൊന്ന് നോക്കുക. അതിനുശേഷം മാത്രം ആ ട്രെൻഡ് ലൈനിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് തന്ന അവിടെ നിന്ന് ഫോളോയിങ് ക്യാൻഡിൽസും കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ആയിരിക്കും നമുക്ക് താഴെ ഒരു മീൻസ് ഒരു ഫാളിനുള്ള റീസൺ ഉള്ളൂ. ഇനി നമുക്ക് 21,600 ലെവൽസ് ഒന്ന് നോക്കാം. 21,600 ചെറിയ രീതിയിൽ തന്നെ മീൻസ് അവിടെ വലിയ രീതിയിൽ നമുക്ക് പുട്ട് ബിൽഡ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. 21,500 21,600 കുറച്ച് പുട്ടുണ്ട്. അപ്പോൾ പുട്ട് ബിൽഡിങ് ശരിക്കും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. 21,600 ലൈറ്റ് ആണ്. 21,500 നമുക്ക് ഒന്നും കൂടി ലൈറ്റ് ആക്കാം. മീൻസ് അവിടെ ശരിക്കും നമുക്ക് ആ പുട്ട് ബിൽഡിങ് അവിടെ ശരിക്കും കുറഞ്ഞു നിൽക്കുകയാണ്. മീൻസ് അവിടെ കോൾ ബിൽഡിങ്ങും കൂടി വരുന്നുണ്ട്. അങ്ങനെ 21,500 നമുക്ക് ഒരു സപ്പോർട്ട് ഇനീഷ്യൽ സപ്പോർട്ടിൽ നിന്ന് കുറച്ചൊന്ന് കുറഞ്ഞാണ് നിൽക്കുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് 21,500 സപ്പോർട്ട്. മീൻസ് പുട്ടിന്റെ ബിൽഡിംഗ് ഓൾമോസ്റ്റ് ഒരു കുറഞ്ഞ രീതിയിലാണ് ഓൾറെഡി നിഫ്റ്റി കാണാൻ സാധിക്കുന്നത്. മീൻസ് അത് തന്നെ നമുക്ക് ഇതിലും കാണാം. നമ്മുടെ
അനാലിസിസിന്റെ PCR വെച്ച് കാണാം 0.76 മീൻസ് 0.8 അടിയിൽ നമുക്കത് ബിയറിഷ് ആയിട്ടാണ് കാണാൻ കഴിയുക. സോ അപ്പോൾ അത് 0.8 അടിയിലേക്ക് വന്നു. നമുക്കൊരു ബിയറിഷ് സെന്റിമെന്റ് ആണ് OA ചാർട്ട് വെച്ചിട്ട് OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 21,700 എന്ന ലെവലിൽ നമുക്ക് ഒരു സ്ട്രാഡിൽ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മീൻസ് അവിടെ പുട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുട്ട് ബിൽഡ് ചെയ്യാനാണെങ്കിൽ ഈ 21,700 മേ ബി ഒരു കൺസോൾട്ടേഷൻ ലെവൽ ആവാം. പ്ലസ് 21,600 സപ്പോർട്ടും 21,800 റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിട്ട് 21,700 ഒരു കൺസോൾട്ടേഷൻ പോലെ പോവാം. ഇനി പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നില്ല എങ്കിൽ അത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ട് അവിടെ നമുക്ക് ഒരു ഫോളും പ്രതീക്ഷിക്കാം. മീൻസ് 21,600 അവിടെ നമുക്ക് പുട്ട് ബിൽഡിങ് കുറവായിട്ടാണ് കാണുന്നത്. ദെൻ 21,500 സപ്പോർട്ടിന് വേണ്ടി നോക്കുക. സപ്പോർട്ടിന്റെ ചാൻസസ് ഉണ്ട് 21,500, ബട്ട് അവിടെയും സപ്പോർട്ടിന്റെ ഫീല് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ വെച്ച് നോക്കാൻ കഴിയുന്നത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിന്ന് കുറച്ചും കൂടി വീക്ക്നെസ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ആ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം വീക്ക്ലി അനാലിസിസിൽ. സോ അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിക്ക് മാക്സിമം കോള് തന്നെയാണ് ബിൽഡ് ചെയ്തിരുന്നത്. 48 മാക്സിമം കോള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 47 48 48 കുറച്ചുള്ളൂ. മീൻസ് 48 ഇതെല്ലാത്തിലും നമ്മൾ കാണുന്ന ബിയറിഷ്നെസ് ആണ് കാണുന്നത്. 47,800 കോളാണ് ബിൽഡ് ചെയ്ത് നിൽക്കുന്നത്. കോള് ബിൽഡ് ചെയ്ത് വരെയാണ്. മീൻസ് 47,900 800 കോള് ബിൽഡ് ചെയ്ത് വരെയാണ്. സോ അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇതിൽ 47,800 ഗ്രീനിഷ് മാറിയിട്ട് ചെറിയ റെഡിലേക്കാണ് ഫോം ചെയ്ത് വരുന്നത്. അവിടെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു പുട്ടും ഉള്ളതുകൊണ്ട് 47,800 ചെറിയ ഒരു പുട്ട് ബിൽഡിങ്ങേ ഉള്ളൂ. നമുക്ക് കാണാം ചെറിയൊരു പുട്ട് ബിൽഡിങ്ങേ ഉള്ളൂ. അത് വലിയ രീതിയിലേക്ക് അത് സപ്പോർട്ടായിട്ട് മാറൂല. 47,700 ഒരു ചെറിയ രീതിയിലുള്ള സ്ട്രാഡിലാണ്. അതും നമുക്ക് വലിയ സപ്പോർട്ടായിട്ട് പറയാൻ പറ്റില്ല. മാക്സിമം സപ്പോർട്ട് ഇപ്പോഴത്തെ ഇതിലുള്ളത്, ബാക്കിയെല്ലാം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. 47,000 മാക്സിമം സപ്പോർട്ടായിട്ട് ഉള്ളത്. സോ അപ്പോൾ നമുക്ക് 47,500 സപ്പോർട്ട് ശരിക്കും അത് ലൈറ്റ് ആയിട്ടുണ്ട്. മീൻസ് 47,700 ഇനി അവിടെയും നമുക്ക് അൺവൈൻഡിങ് ഒക്കെ ശരിക്കും കാണാം. ആ ഒരു പുട്ട് ബിൽഡിങ് അത്രയില്ല. ദെൻ 47,000 നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവിടെ ഉണ്ടെന്ന് നോക്കാം. സോ അപ്പൊ ഇത്രയും ഗ്യാപ്പ് അടിയിലേക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്ത് വരാണ്. മേളിൽ 47,800 എന്നുള്ള സ്ട്രാഡിൽ മീൻസ് അവിടെ കുറച്ച് പുട്ട് ബിൽഡേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു ചെറിയ രീതിയിൽ സ്ട്രാഡിലാവാം. അങ്ങനെയാണെങ്കിൽ ഒരു 700 ഒക്കെ വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ പുട്ട് ബിൽഡിങ് സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിൽ 700 600 ആ ലെവൽസിലൊക്കെ ഒരു സപ്പോർട്ട് എടുത്ത് ദെൻ തിരിച്ച് വേണമെങ്കിൽ ആ 800 ലെവൽസിലേക്കൊക്കെ പോവാം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്താൽ ലൈവായിട്ട് നിങ്ങൾക്ക് അതും കൂടി ഇൻട്രാഡേ അനാലിസിസിൽ നമുക്കത് ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. എനിവേ നമുക്ക് ഇനി സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് 48,000 തന്നെയാണ്. ഓക്കെ, 48,000 ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മാതിരി ഒരു സ്ട്രോങ് 47 48,000 ആണ് സ്ട്രോങ് ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വെക്കേണ്ടത്. ഇതാണ് നമുക്ക് ഇപ്പൊ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുക. അത് സോ ഇനീഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48 ആണ്. ഇവിടെയാണ് നമ്മൾ ഷോർട്ട് സ്ട്രാഡിലായിട്ട് ഫോം ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം വരച്ചതൊന്ന് പോയി 48,800 ഈ ലെവല് നമുക്ക് കുറച്ചൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്ട്രാഡിൽ പോലെ ഫോം ചെയ്തിട്ട് 47,500 ഒരു ഇനീഷ്യൽ സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കാം. അതല്ല എങ്കിൽ പിന്നെ നമുക്ക് സ്ട്രൈറ്റ് ടു 47,000 ആണ് നമുക്ക് കാണാൻ കഴിയുക. അതോടൊപ്പം നാളത്തെ ഇൻട്രാഡേ ലെവൽസും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം നിഫ്റ്റി മീൻസ് ഇൻട്രാഡേ ഡിമാൻഡ് സോണൊക്കെ നോക്കുക. ഡിമാൻഡ് സോണും സപ്പോർട്ട് എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അതും ബ്രേക്ക് ചെയ്തു അവിടെ ഒരു കറക്റ്റ് പ്രൈസ് ആക്ഷൻ വന്നാൽ ഓപ്ഷൻ ബൈയിങ് എന്തെങ്കിലും നോക്കുക. അല്ലെങ്കിൽ ലിമിറ്റഡ് ലോട്ട് സ്ട്രാറ്റജീസിൽ പോവുക. മീൻസ് കോണ്ടറോ അല്ലെങ്കിൽ സ്പ്രെഡോ അങ്ങനെയൊക്കെ കയറിയാൽ നിങ്ങൾക്ക് പൊസിഷൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വലിയ ലോസ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റും നേടാൻ കഴിയും. സോ അപ്പൊ അതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ്. വീക്ക്നെസ് തന്നെയാണ്, മാക്സിമം കോളാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അതോടൊപ്പം നമുക്ക് PCR-ഉം നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. 0.51 എന്ന് പറയുന്നത് നെഗറ്റീവ് ബെയറിഷ്നെസ് കുറച്ചും കൂടി കൂടുതലാണ്. ബട്ട്
അവിടെ നമ്മൾ കാണേണ്ടത് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പോൾ കുറച്ച് വോളറ്റൈൽ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ പുട്ട് ബിൽഡിംഗ് കുറവായത് കൊണ്ട് ഒരു കണ്ടിന്യൂസ് ഫാളിന്റെയും ചാൻസസ് അവിടെയുണ്ട്. നമുക്ക് അതിന് മുമ്പ് നമുക്ക് FIDA ഡാറ്റയും കൂടി ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാം. സോറി, അപ്പൊ ഇന്നത്തെ FIDA ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്ക് ഇന്നലത്തെ ജൂൺ 2 അത് വന്നിട്ടില്ല. സോ അപ്പോൾ ഇവിടെ FIDA ഡാറ്റ നമുക്കിന്ന് മിസ്സിംഗ് ആണ്. എനിവേ നമുക്ക് ഇതിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ചാനലിൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. മീൻസ് FIDA ഡാറ്റ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം നമുക്ക് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാം. സോ അപ്പൊ എല്ലാവരും ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ മീൻസ് ലെവൽസ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ട്രേഡിൽ കയറുക. ഇത് നമ്മൾ 1 ഡേ ഫോർമേഷനിലൊന്ന് നോക്കുകയാണ്. 1 ഡേ ഫോർമേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ബിയറിഷ്നെസ് തന്നെയാണ്. 1 ഡേ ക്യാൻഡിലാണത്. ഓക്കെ, ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ ഉണ്ട്. അതോടൊപ്പം ഇന്ന് നമുക്കൊരു ഹാമർ, ഇത് നമുക്കൊരു ഹാമർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ആയിട്ടാണ് കാണുക. ഇവിടെ നമുക്കൊരു ഇൻഡിസിഷൻ, ഒരു സ്പിൻ ടോപ്പ്, ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ. സോ ഒരു ഓവറോൾ നമുക്ക് ഈ ഒരു ലെവൽ ഒരു ബിയറിഷ്നെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എനിവേ ഇന്നത്തെ ഡേ ലോ 21,555 അതും നോക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ആ ലെവൽസ് കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യുക. ഇന്നത്തെ ഡേ ലോയും ലാസ്റ്റ് ഒരു ബിയറിഷ്നെസ് ഉണ്ടായ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായതിൻ്റെ ഹൈയും ഏകദേശം ആ ഒരു ലെവലിൽ നിന്നാണ് ഇന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് പോയേക്കുന്നത്. സോ ആ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലെവൽ വെച്ചിട്ട് താഴെ ആ 550 ഒക്കെ വേണമെങ്കിൽ 5,555 എന്ന് പറയും, 21,555 എന്ന ലെവല് കുറച്ചൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. സോറി, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം നമുക്ക്. സീ ദിസ് ലെവൽ, അത് ഇൻട്രാഡേയിൽ വരാൻ നേരത്ത് അതൊരു സപ്പോർട്ട്, ആ ഒരു സോൺ വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ അതൊക്കെയാണ് ലെവൽ വരുന്നത്. ആ ലെവൽസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ ലെവൽസ് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോകുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അവിടെ ഒരു ഫോള് കാണാൻ കഴിയുക. ദെൻ നമുക്കൊരു 21,300 ഒക്കെ ലെവൽസ് പ്രതീക്ഷിക്കാം. മീൻസ് അവിടെയാണ് നമുക്ക് ഇനി ഒരു ബൈ സോൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. 21,300 ഒക്കെയാണ് നമുക്കൊരു ബൈ സോൺ ആയിട്ട് നിൽക്കുന്നത്. സോ അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ക്ലിയർലി ഒരു വീക്ക്നെസ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹൈലോ ബാങ്ക് നിഫ്റ്റിയിലും ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ക്യാൻഡിൽസ് തന്നെ ഫോം ചെയ്ത് വരുന്നുണ്ട്. എനിവേ നമുക്ക് 47 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് മാറും. മീൻസ് ബാങ്ക് നിഫ്റ്റി ഔട്ടായെന്നല്ല പറയുന്നത്, ഒരു 700 പോയിന്റിന്റെ ഒരു ഗ്യാപ്പാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. സോ അപ്പോൾ അതും കൂടി വാച്ച് ചെയ്യുക. ഇന്നും നമുക്ക് ബിയറിഷ് ക്യാൻഡിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നാളെ മേളിലേക്കുള്ള റെസിസ്റ്റൻസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ആൻഡ് FIDA ഡാറ്റ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലെവൽസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആൻഡ് അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക, ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. എപ്പോഴും ക്യാപിറ്റൽ സേഫ് ആയിട്ടുള്ള ട്രേഡ്സിൽ മാത്രം കയറുക.